കംപ്ലൈന്റ് വന്നപ്പോ അവന് സെപ്പറേറ്റ് ആയിട്ട് അവന് പ്രത്യേകം ക്യാൻ കൊടുത്ത് ക്യാനിൽ ഒഴിച്ചു പോയ സാധനം മിസ്റ്റേക്ക് എന്ന് പറഞ്ഞപ്പോ ഈ പാല് മൊത്തം അവന്റെ വൈഫ് ഒഴിച്ചത് ഇവിടെ ഇന്ന് മൊത്തം ആൾക്കാർക്ക് അറിയാം. എല്ലാരും പുറത്തോടെ എടുത്ത് ഒഴിച്ചിട്ട് ഇവിടെ കിടന്ന് ചീത്ത വിളിച്ച് ഇനി പറയാനൊരു തെറിയില്ല സെക്രട്ടറി പ്രസിഡന്റ് ഇവിടുത്തെ സ്റ്റാഫിനെയും. ഈ സംഘം പൂട്ടിക്കുമെന്നും പറഞ്ഞ് വെല്ലും വിളിച്ചു പോയിട്ട് വെളിയിൽ ഇറങ്ങിട്ടും ആ ക്യാൻ എടുത്തിട്ട് വെളിയിൽ ഇറങ്ങിട്ട് അതും എടുത്ത് ഒഴിച്ചു. അപ്പുറത്തെ ടയർ കടയിലെ ഓണർ വന്നിട്ട് പറഞ്ഞ് ഇവിടെ പാലിന്റെ സ്മെല്ല് ഒഴിക്കുക, ഇവിടെ ഒഴിക്കലെന്ന് ആ പുള്ളിയെ പറഞ്ഞു ഇവിടെ വന്നു. അവന്റെ റീച്ചിന് വേണ്ടി ചെയ്താൽ അല്ല പിന്നെ അവന്റെ റീച്ചിന് വേണ്ടി അവ ഉദ്ദേശിച്ച കാര്യം നടക്കണം. അല്ലെങ്കിൽ പിന്നെ പിറ്റേന്ന് രാവിലെ ഭാര്യയെ വിളിച്ചുകൊണ്ട് ഈ തലയിൽ കൂടെ ഒഴിക്കൂ. അവള് മൊബൈൽ ഓൺ ചെയ്തിട്ടല്ലേ ഈ തലയിൽ കൂടെ ഒഴിച്ചത്. പ്രിയ കൂട്ടുകാരെ നമസ്കാരം. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം സോഷ്യൽ മീഡിയയിൽ ഒരു യുവ കർഷകൻ തലയിലൂടെ പാലെടുത്തൊഴിച്ച് വൈറലായ ഒരു വീഡിയോ നിങ്ങളെല്ലാവരും കണ്ടു കാണും. അതൊരു സൊസൈറ്റി നടന്നൊരു സംഭവമാണ്. അത് കണ്ടപ്പോഴത്തേന് എനിക്ക് ആദ്യം ഒരു സങ്കടം തോന്നി. കാരണം ഒരു യുവ കർഷകനാണ്, അദ്ദേഹത്തിന്റെ പാൽ അവിടെ സൊസൈറ്റിയിൽ എടുക്കുന്നില്ല. അപ്പോൾ സൊസൈറ്റിയിൽ ഇരിക്കുന്ന ആൾക്കാരുടെ അഹങ്കാരം കൊണ്ടാണ് ഇത് സംഭവിച്ചത്. അതൊരു രാഷ്ട്രീയ പാർട്ടിയുടെ പേരൊക്കെ പറഞ്ഞുകൊണ്ടാണ് ആ വീഡിയോ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് അറിയാൻ വേണ്ടി ഞാൻ അവിടെ കൊല്ലം പരവൂരാണ് സംഭവം നടന്നത്. അപ്പൊ ഞാൻ അവിടെ എല്ലാം പലരെയും വിളിച്ചു ചോദിച്ചപ്പോഴത്തേനാണ് അവിടെ ഒരു ചെറിയൊരു വീഡിയോ അവിടുത്തെ കണ്ടത്. കാരണം അവിടെ ഒരാൾ പോയി ഒരു വീഡിയോ എടുത്തായിരുന്നു. അപ്പൊ അതിന്റെ അകത്ത് ഒരു കുറച്ച് കാര്യങ്ങൾ ആ സൊസൈറ്റിയിലുള്ള ആൾക്കാർ പറയുന്നത് നമുക്ക് ഒന്ന് കേൾക്കാം. അതോടൊപ്പം തന്നെ നമുക്ക് ആദ്യം ഈ തലയിലൂടെ പാലൊഴിക്കുന്ന ആ സൊസൈറ്റിക്കകത്ത് വെച്ച് പാലൊഴിക്കുന്ന ഒരു വീഡിയോയും കൂടെ ഉണ്ട്. നമുക്ക് അതും കൂടെ ആദ്യം ഒന്ന് കാണാം. ഈ സൊസൈറ്റിയിൽ പാലൊഴിക്കുന്ന വ്യക്തിയല്ല, എന്റെ പാല് മാത്രം ഇവിടുത്തെ കുഴപ്പമെന്ന് പറയാണ്. ഇവിടെ ഇരിക്കുന്ന ഈ CPM പ്രവർത്തനായിട്ടുള്ള മഹേന്ദ്രൻ പിള്ള എന്ന് പറയുന്ന വ്യക്തിയും താര എന്ന് പറയുന്ന സ്ത്രീയും ഈ പറയുന്ന മിനി എന്ന് പറയുന്ന സ്ത്രീയും എന്റെ പാല് കൊണ്ടുവരുമ്പോൾ ആ പാല് എന്നും പ്രശ്നമാണ്. വേറൊന്നുമല്ല, ഞാൻ ഇവിടെ ഒരു മാസം 10-60 പശുക്കളെ വിൽക്കുന്ന ഒരു കർഷകരാണ്. ഞാൻ ഈ വിൽക്കുന്ന പശുക്കളുടെ അസൂയപ്പെട്ടാണ് എന്റെ പാല് മാത്രം ഈ സൊസൈറ്റി എടുക്കത്തില്ല. ഞാൻ ഒഴിക്കുന്ന പാല് കുഴപ്പം, എന്റെ ഒഴിക്കുന്ന പാല് വേറൊരാളുടെ പേരിലോട്ട് ഒഴിക്കല് എന്ത് പ്രശ്നമാണ്? ഞാൻ എവിടെ പാല് ഒഴിക്കേണ്ടത് നിങ്ങൾ പറഞ്ഞ? അതുകൊണ്ട് ഈ കൊള്ളത്തിൽ നിന്ന് ഈ പാല് തലയിൽ കൂടി ഞാൻ ഒഴിക്കുക, തലയിൽ കൂടി ഞാൻ ഒഴിക്കുക. അത്ര വിഷമമുണ്ട് എനിക്ക്. കാരണം ഞാൻ കഷ്ടപ്പെടുകയാണ്, എന്നെ ദ്രോഹിക്കുകയാണ്. ഈ പരവൂര് നെടുങ്കോല കൂനേൽ സൊസൈറ്റി എന്നറിയപ്പെടുന്ന ഈ സൊസൈറ്റിയിൽ നടക്കുന്ന കള്ളത്തരങ്ങള് മഹേന്ദ്രൻ പിള്ള എന്ന് പറയുന്ന വ്യക്തിക്ക് ഇവിടെ SNF ഇല്ല, റീഡിംഗ് ഇല്ല, ഒന്നുമില്ല. ഞങ്ങളുടെ പാലിന് മാത്രം രാവിലെ കൊണ്ടുവരുന്ന പാലിനെല്ലാം വിലയുണ്ട്. ഞങ്ങൾ 7 മണിക്ക് കൊണ്ടുവരുന്ന പാലിന് വിലയില്ല. എന്തോ വേണം? നിങ്ങൾ തന്നെ പറ. ഞാൻ ഈ വെളുപ്പാകാലത്ത് ഈ 10-27 വയസ്സുള്ള ഞാൻ ഈ കറന്നുകൊണ്ടിരുന്ന പാലിന് എന്താ കുഴപ്പം? ഒരു സംഘടിതമായിട്ട് എന്നെ തകർക്കുക എന്നുള്ള ലക്ഷ്യത്തിൽ മാത്രമാണ് ഇത് പ്രവർത്തിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്ക്. 10-22 ലിറ്റർ പാല് 1-2 വർഷം 6 വർഷമായിട്ട് ഒഴിക്കുകയാണ്, കഷ്ടപ്പെട്ട് ഒഴിക്കുകയാണ്. എന്റെ പാല് മാത്രം കുഴപ്പം. മഹേന്ദ്രൻ എന്ന് പറഞ്ഞ വ്യക്തിക്ക് പാല് കുഴപ്പമില്ല. അപ്പൊ ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ കുറച്ചുനാൾ മുമ്പ് ഞാൻ ഇതുപോലെ തന്നെ നമ്മുടെ അടുത്തൊരു സൊസൈറ്റിയിൽ ഒരു വീഡിയോ ചെയ്തായിരുന്നു. ആ വീഡിയോ പെട്ടെന്ന് ഭയങ്കരമായിട്ട് റീച്ച് ആയിപ്പോയി. കാരണം പാലിന്റെ അകത്ത് വെള്ളം ഒഴിക്കുന്ന സംബന്ധിച്ച് ഒരു വീഡിയോ ആണ്. കാരണം മിഷന്റെ അകത്ത് ഞങ്ങളുടെ ഇവിടുത്തെ സൊസൈറ്റിയിൽ ഏകദേശം 100 ലിറ്റർ പാലുണ്ടെങ്കിൽ ഈ പാലിന്റെ അകത്ത് വെള്ളം ഒഴിക്കട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടി കണ്ടുപിടിച്ച മിഷൻ മേടിച്ചപ്പോഴത്തേന് പകുതിയിലേക്ക് വന്നു. അപ്പൊ നമ്മുടെ പുതുപ്പള്ളിയിലാണെങ്കിലും മിക്ക സ്ഥലങ്ങളിലും ഒക്കെ പാലിന്റെ അകത്തൊക്കെ ധാരാളം വെള്ളം ചേർത്താണ് ഉപയോഗിക്കുന്നത്. കാരണം ഈ സൊസൈറ്റി കൊണ്ട് ആൾക്കാർ കൊടുക്കുന്നത്. അപ്പം പുതുപ്പള്ളിയിൽ നിന്നൊക്കെ ഒരുപാട് പേര് എന്നോട് വിളിച്ച് പറഞ്ഞാണ് ഇതുപോലെ പുതുപ്പള്ളിയിൽ നിന്നൊക്കെ പച്ചവെള്ളം മേടിക്കുന്നതെന്ന് പറഞ്ഞ്. അപ്പൊ ഇടയ്ക്ക് ഇവരെല്ലാം ഓരോരോ മാറി ഓരോ സൊസൈറ്റികളിലൊക്കെ പോകുമ്പോഴാണ് ഈ പാലിന്റെ അകത്ത് വെള്ളത്തിനെ പറ്റിയൊക്കെ ശരിക്കും അറിയാൻ പറ്റുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ അതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്തത്. അപ്പൊ അത് ഒരുപാട് വിമർശനങ്ങൾക്കൊക്കെ ഇടയാക്കി. അവസാനം സൊസൈറ്റിയിൽ നിന്നൊക്കെ ഒരുപാട് ആൾക്കാർ എന്നെ വിളിക്കുകയൊക്കെ ചെയ്തു. അത് കഴിഞ്ഞപ്പോഴത്തേന് പല സൊസൈറ്റിയിൽ നിന്ന് അവർ പറഞ്ഞു ഇതുപോലെ ഉദ്യോഗസ്ഥന്മാർ പരിശോധനയ്ക്കൊക്കെ വരുന്നുണ്ടെന്ന്. പക്ഷേ ഈ ഉദ്യോഗസ്ഥന്മാരൊക്കെ ഓഫീസിൽ മാത്രം ഇരുന്നാൽ പോരാ, ഇടയ്ക്കിടയ്ക്ക് സൊസൈറ്റികളിലൊക്കെ ഇറങ്ങി ഇതുപോലുള്ള പരിശോധനകൾ നടത്തിയെങ്കിൽ മാത്രമേ ഉള്ളൂ ഏത് കാര്യത്തിനും ഒരു തീരുമാനം ഉണ്ടാകത്തുള്ളൂ. അപ്പൊ നമുക്ക് ഇനിയും ഈ പരവൂര സൊസൈറ്റി നടന്ന സംഭവത്തിലേക്കൊന്ന് പോവാം. ഇതിപ്പോ മിക്ക ദിവസം അപ്പൊ ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഇവിടെ എന്ത് ചെയ്യുന്ന കേടെടുത്ത് മറ്റുള്ളവരുടെ പാലും കേടാവില്ലേ? ഒരാളുടെ പാലല്ലേ ഇത്, പലരും യൂസ് ചെയ്യുന്നതല്ലേ? വർഷങ്ങളായിട്ട് ഈ ക്ഷീരകർഷകരായിട്ട് ചെയ്യുന്നവരാണ്. കംപ്ലൈന്റ് ഉണ്ടായിട്ടില്ല. ഇവർ ഇന്നലെ ഉണ്ടായതാണ്. ഞങ്ങൾ വർഷങ്ങളോളം, ഞാൻ 80-ൽ തുടങ്ങിയ പണിയാണ്. എനിക്ക് ഇന്നും 4-5 പശുക്കളുണ്ട്. വീഡിയോയിലൊക്കെ പറയുന്നത് ഇവിടെ ഇങ്ങനെയൊക്കെ പറഞ്ഞവരൊക്കെ ഇവര് പറഞ്ഞതിന്റെ പേരില് ആളെ ഇറക്കി പറയിച്ചതാണ്. അങ്ങനെയൊന്നുമില്ല. ഞങ്ങൾക്ക് അങ്ങനെ പറയേണ്ട കാര്യമില്ല. ഞങ്ങൾക്ക് കായ് മേടിച്ചോണ്ട് പറയേണ്ട കാര്യമില്ല. കർഷകന് ഒരു അവകാശമുണ്ട്, മൗലിക അവകാശമുണ്ട്. ഈ കർഷകന് ഒരു ലിറ്റർ പാല് ഇതിൽ കൂടെ എന്ത് കഷ്ടപ്പെട്ടാണെന്നറിയാമോ ഈ പാലുണ്ടാക്കുന്നത്? ഈ പാലുണ്ടാക്കുന്നത് എന്ത് കഷ്ടപ്പെട്ടിട്ടാണ്? ഒരു കൊണ്ട് പോച്ച കൊടുത്ത് ഉണ്ടാക്കിയ പാല് ഇവിടെ കൊണ്ടുവന്ന് തലയിലൊഴിക്കുക. ആ പാല് യഥാർത്ഥ പാലല്ല. അവൻ കൊടുക്കുന്ന ലിറ്റർ പാലെന്ന് പറഞ്ഞാൽ 6 ലിറ്റർ പാലാണ് ഇവിടെ കൊടുക്കുന്നത്. അന്ന് ഒഴിക്കുമ്പോഴത്തേക്ക് 10 ലിറ്റർ 15 ലിറ്ററിനകത്ത്
ഇവിടെ പാലുണ്ടായിരുന്നു. അതെങ്ങനെ വന്നു? അവൻ മനഃപൂർവ്വം ഇത് ചെയ്യാനാണ് കൊണ്ടുവന്നതാണ്. അതായത് വീഡിയോ ചെയ്ത് വീഡിയോ ചെയ്യാനാണ് കൊണ്ടുവന്നതാണ് ഈ പാല്. ഒരു തുള്ളി പാല് നമ്മുടെ ശരീരത്തിൽ ഒഴിച്ചു കഴിഞ്ഞാൽ കട്ടി വെള്ളം നിറഞ്ഞാണ്. അതുപോലും ഇല്ല, വെറും പച്ചവെള്ളമാണ്. ഇവിടെ ഈ തറയിൽ ഒഴിച്ചിട്ട് പോകുന്നു. അപ്പൊ മനഃപൂർവ്വം ചെയ്യുന്നതാണ്. ഈ സംഘത്തിനെ അടച്ചു കൂട്ടാനുള്ള ശ്രമിക്കാനാണ്. ഇവിടെ ഒരു മൃഗ ഡോക്ടർ ഇരുന്നു. ഒരു മൃഗ ഡോക്ടർ ഇവിടെ ഇരുന്നു. അയാളെ ഇവിടുന്ന് പുറത്താക്കി ഒപ്പിടിപ്പിച്ച്. ഇതൊക്കെയാണ് അവന്റെ പരിപാടികൾ. അയാൾ എന്ത് രോഗം ചെയ്യുന്നു? ഞങ്ങൾക്ക് ഇവരെ കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുകയാണ് ഈ കർഷകർക്ക്, യഥാർത്ഥ കർഷകർക്ക് എല്ലാവർക്കും. നിങ്ങളിപ്പോ ഈ സുരേഷ് എല്ലാവരും എതിരാണ്. എതിരാണ്. ഞങ്ങൾ ഒരു പാർട്ടിയില്ല. അവൻ നമ്മുടെ പാലൊഴിക്കാൻ ഞങ്ങൾ പാലൊഴിക്കത്തുമില്ല എന്ന് പറഞ്ഞിട്ടുള്ളൂ. അത് തീർച്ചയായുള്ള കാര്യമാണ്. ഞങ്ങൾ മനസ്സിൽ കണ്ടിട്ടാണ് പറയുന്നത്. അല്ല ഞങ്ങൾക്ക് കൈക്കൂലി എന്നിട്ടല്ല, അവരെ ഞങ്ങളെ ഇറക്കിയിട്ടല്ല, ഞങ്ങൾ അവരെ പാർട്ടിയിൽപ്പെട്ടതല്ല. ഞങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഞങ്ങളെ പാൽ ഇവിടെ കൊടുക്കണം. ഞങ്ങൾ കൊണ്ടുവരുന്ന പാൽ ഞങ്ങൾക്ക് മാനമായിട്ടുള്ള വില കിട്ടുന്നുണ്ട്, മാനമായിട്ട് പൈസ തരുന്നുണ്ട്. മറ്റാരും കംപ്ലൈന്റും ഇല്ല. ഒരു കംപ്ലൈന്റ് ഈ സൊസൈറ്റിക്ക് ഇല്ല. ഇവനും അല്ലാതെ ഒരു പാർട്ടിക്കും കംപ്ലൈന്റ് ഇല്ല. 5 വർഷത്തോളമായി പാലൊഴിക്കുന്നത്. ഇതുവരെ അവരെ കുറിച്ചൊരു കംപ്ലൈന്റോ നമ്മളെ കുറിച്ചൊരു കംപ്ലൈന്റോ ആരും പറഞ്ഞിട്ടില്ല. ചുരുക്കം പറഞ്ഞ ഇവിടെ മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല. അവന്റെ തോന്നിവാസം കാണിച്ചിട്ട് പോയെന്നുള്ളത്. എന്നെ കണക്ക് ക്ഷീര കർഷകനല്ല. അവൻ പശുവിനെ കച്ചവടം ചെയ്ത് ജീവിക്കുന്നത്. നമ്മുടെ കർഷകന്മാരവിടെ പകല് കഷ്ടപ്പെട്ട് ഇവിടെ കൊണ്ടുവന്ന് ഒഴിക്കുന്ന പാലിനകത്ത് വേറെ ചള്ളു പാല് കൊണ്ടുവന്ന് ഒഴിക്കാൻ നമ്മൾ താമസിക്കും. എന്തുകൊണ്ട് അവന്റെ പാലെടുക്കുന്നില്ല? അതെന്തുകൊണ്ട് പിരിയുന്നെന്ന്? അവൻ ഒരു പശുവിനെ വാങ്ങിക്കൊണ്ടുവന്ന് അവിടെ കൊണ്ടുവന്ന് ഇന്ന് കൊണ്ടുവരുന്ന പശു ഇന്ന് പെറ്റാൽ അവൻ ഇന്നത്തെ ആ പാല് കൊണ്ടുവന്ന് ഇവിടെ ഒഴിക്കുന്നത്. അതാണ് പിരിയുന്നത്. അവൻ കൊണ്ടുവന്ന് അന്ന് തലയിൽ കൂടെ ഒഴിച്ച പാലിന്റെ കളർ തന്നെ അവരൊന്ന് ശ്രദ്ധിച്ചു നോക്കണം. മഞ്ഞ കളറാണ് ആ പാല്. നല്ല രീതിയിൽ പോണ ഒരു സൊസൈറ്റിയാണ്. ഇവിടെ രാഷ്ട്രീയമൊന്നുമില്ല, എല്ലാവരും ഒരേപോലെ പോണതാ. ഞാൻ RSS പ്രവർത്തനമാണ്. ഇവിടെ CPM കാരുണ്ട്, കോൺഗ്രസ് ഉണ്ട്, എല്ലാവരും ഉണ്ട്. ആർക്കും ജാതിയോ മതപരമായിട്ട് ആർക്കും യാതൊരു വിവേചനമില്ല. തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന പശു 3 ദിവസം 4 ദിവസം കറക്കാതെയാണ് കൊണ്ടുവരുന്നത്. ആ പശുവിന്റെ പാല് പിഴിഞ്ഞുകൊണ്ടാണ് ഇവിടെ വരുന്നത്. അതായത് കെട്ടി നിർത്തിയ അതാണ് സത്യാവസ്ഥ. ഇവന്റെ പാല് കാരണം നമുക്ക് ഇവിടെ പാൽ ഒഴിക്കാൻ പറ്റുന്ന അവസ്ഥ. അവന്റെ പാലെടുക്കുമെങ്കിൽ ഞാൻ ഒഴിക്കൂല്ലെങ്കിൽ ഞങ്ങൾ ആരും ഒഴിക്കത്തില്ല. ഒരു അല്ല, പൊതുവെ തീരുമാനം അവന്റെ പാലെടുക്കണം. പൊതുവാൻ തീരുമാനിച്ചതാണ് അവന്റെ പാലെടുക്കണം. ഒരാൾ പോലും അവനെ പറ്റി സപ്പോർട്ട് പറയത്തില്ല. സോഷ്യൽ മീഡിയ ആരൊക്കെ എന്ത് കോമാളിത്തരം പറയും, അവനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കർഷകരാണ് അനുഭവിക്കുന്നത്. കർഷകർ ഇവിടുത്തെ സ്റ്റാഫുകൾ അനുഭവിക്കുന്നത്. പറയാനുള്ളതെന്ന് പറഞ്ഞാൽ വെറും ബ്രാഡ് കക്ഷിയാണ്. പ്രശ്നക്കാരാണെന്ന് പോലീസുകാരെ തന്നെ പറയണം. പേര് വായിച്ചു നോക്കുമ്പോൾ ഒരു പോലീസുകാരോട് ഒരു കേസും കൂടി അയാളെ പേരിൽ ഒരു കേസും കൂടി ഉണ്ട്. എന്റെ അറിവും പ്രകാരം 66 ആൾക്കാരോട് പാൽ ഒഴിക്കുന്നു നമ്മളെ ഈ സംഘത്തിലെ. ഇപ്പൊ ഈ അടുത്ത് 1-2 മാസം കൊണ്ടാണ് അവന്റെ പാല് കംപ്ലൈന്റ് ആയിട്ട് അവിടെ മിൽമ എന്നുള്ള റിപ്പോർട്ട് കൂടെ വരുന്നതും അങ്ങനെ ഇങ്ങനെയാണ്. അപ്പൊ ശരിക്കും നിങ്ങൾ എല്ലാവരും കൂടെ എടുത്ത തീരുമാനമാണ്? ജസ്റ്റ് ഇവിടുത്തെ ഇരിക്കുന്ന സ്ഥാപനത്തിലിരിക്കുന്ന സ്റ്റാഫ് മാത്രം എടുത്ത തീരുമാനം? മൊത്തം കർഷകർ, ക്ഷീര കർഷകരല്ല, പൊതുവെ. ഇവിടെ 40 ലിറ്ററാണ് ഒരു ക്യാനകത്ത് കൊള്ളുന്നത്. അപ്പൊ ഈ 2 ലിറ്റർ പാല് 40-നകത്ത് വീണാൽ 40 കേളായി പോകും. 1 ലിറ്റർ വീണാലും മൊത്തം 1 ടാങ്ക് കേടാവും. ഇത് കാണുന്ന പ്രേക്ഷകർക്ക് ചിലപ്പോ പെട്ടെന്ന് മനസ്സിലാവുന്നില്ല, പക്ഷെ ഒരു കർഷകനെ സംബന്ധിച്ച് പെട്ടെന്ന് ഇത് മനസ്സിലാക്കി എടുക്കാൻ പറ്റും. പാല് കംപ്ലൈന്റ് വന്നപ്പോ അവന് സെപ്പറേറ്റ് ആയിട്ട് അവന് പ്രത്യേകം ക്യാനിൽ ഒഴിച്ചു പോയ സാധനം മിസ്റ്റേക്ക് എന്ന് പറഞ്ഞപ്പോ ഈ പാല് മൊത്തം അവന്റെ വൈഫ് ഒഴിച്ചത് ഇവിടെ ഇന്ന് മൊത്തം ആൾക്കാർക്ക് അറിയാം. എല്ലാരും പുറത്തോടെ എടുത്ത് ഒഴിച്ചിട്ട് ഇവിടെ കിടന്ന് ചീത്ത വിളിച്ച് ഇനി പറയാനൊരു തെറിയില്ല സെക്രട്ടറി പ്രസിഡന്റ് ഇവിടുത്തെ സ്റ്റാഫിനെയും. ഈ സംഘം പൂട്ടിക്കുമെന്നും പറഞ്ഞ് വെല്ലും വിളിച്ചു പോയിട്ട് വെളിയിലിറങ്ങിട്ടും ആ ക്യാൻ എടുത്തിട്ട് വെളിയിലിറങ്ങിട്ട് അതും എടുത്ത് ഒഴിച്ചു. അപ്പഴാ ടയർ കടയിലെ ഓണർ വന്നിട്ട് പറഞ്ഞ് ഇവിടെ പാലിന്റെ സ്മെല്ല് ഒഴിക്കുക, ഇവിടെ ഒഴിക്കലെന്ന് ആ പുള്ളി വരെ പറഞ്ഞു. ഇവിടെ അവന്റെ റീച്ചിന് വേണ്ടി ചെയ്താൽ അല്ല, പിന്നെ അവന്റെ റീച്ചിന് വേണ്ടി അവ ഉദ്ദേശിച്ച കാര്യം നടക്കണം. അല്ലെങ്കിൽ പിന്നെ പിറ്റേന്ന് രാവിലെ ഭാര്യയെ വിളിച്ചുകൊണ്ട് ഈ തലയിൽ കൂടെ ഒഴിക്കൂ. അവള് മൊബൈൽ ഓൺ ചെയ്തിട്ടല്ലേ ഈ തലയിൽ കൂടെ ഒഴിച്ചത്. അപ്പൊ ഇതൊക്കെയാണ് അവിടെ സംഭവിച്ചത്. അപ്പൊ ആ സൊസൈറ്റിയിലുള്ള ആരും ഈ യുവ കർഷകന് ഒരു അനുകൂലമായ ഒരു വാക്കുകൾ പോലും അവിടെ സംസാരിക്കുന്നില്ല. മുഴുവൻ ആൾക്കാരുടെയും പ്രതിഷേധം ഈ യുവ കർഷകന്റെ നേരെയാണ്. അപ്പൊ ഇത് ഈ വീഡിയോ കണ്ടപ്പോൾ ഏറെക്കുറെ നിങ്ങൾക്ക് സത്യാവസ്ഥ മനസ്സിലായി കാണും. അല്ലാതെ നമ്മൾ തെറ്റും ശരിയും കാണാതെ ഒരാളെ ക്രൂശിക്കുക എന്ന് പറയുന്നത് ശരിയാകുന്ന കേസല്ല. അച്ഛനെ തല്ലിയാലും 2 മറുപക്ഷം ഉണ്ടെന്നാണ്. ആ മറുപക്ഷം കൂടെ കേട്ടതിന് ശേഷം മാത്രമേ നമ്മൾ ഒരു അഭിപ്രായം പറയാൻ പറ്റത്തുള്ളൂ. അതുപോലെ ഒരുപാട് ആൾക്കാർ പിറ്റേ ദിവസം തന്നെ പോസ്റ്റ് ഇട്ട് അവിടുത്തെ ജീവനക്കാരെ മുഴുവൻ പിരിച്ചുവിട്ടെന്ന്. അവിടെ ആരെയും പിരിച്ചുവിട്ടിട്ടില്ല. അവിടെയുള്ള ജോലിക്കാരെല്ലാം അതേപടി തന്നെ അവിടെ സർവീസ് നടത്തുന്നുണ്ട്. അപ്പം നമുക്ക് വീണ്ടും അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.